നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 4-ാം തീയതിയാണ്. ലോക ക്യാൻസർ ദിനമായിട്ടാണ് ഫെബ്രുവരി 4-നെ ആഘോഷിക്കുന്നത്. ക്യാൻസറിനും ഒരു ദിനം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന രോഗമാണ് ക്യാൻസർ. ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എന്താണ് രക്ഷ? ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ആശങ്കകളില്ലാത്തവരാരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ എന്ന് സംശയമാണ്. നമ്മളൊരു 10-50 വർഷം മുമ്പേക്ക് നോക്കുമ്പോൾ അന്ന് ക്യാൻസർ എന്ന് പറയുന്ന രോഗമേ ഉണ്ടായിരുന്നില്ല. വളരെ വിരളമായിട്ട് മാത്രം അവിടെ കേട്ടിരുന്ന ആ രോഗം ഇന്ന് മനുഷ്യനെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന രോഗമായിട്ട് മാറി. അതിനൊരു പ്രത്യേക ദിനം വരെ ഉണ്ടായിരിക്കുമ്പോൾ ഈ രോഗത്തിൻ്റെ പേര് തങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ തങ്ങൾ ഈ രോഗത്തിൻ്റെ പിടിയിലാണ് എന്ന ഒരു ചിന്ത പോലും മനുഷ്യർക്ക് ഭയമുണ്ടാക്കുന്നു. എന്നാൽ ക്യാൻസർ എന്തുകൊണ്ടുണ്ടാകുന്നു, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ചികിത്സാ മാമാങ്കത്തിൻ്റെയൊക്കെ പിന്നാലെ പോകണോ എന്നതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് ഒന്നറിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ പേടിക്കാതെ ജീവിക്കാൻ സാധിക്കും എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. പ്രതിരോധമാണ് അത് വന്ന ശേഷം ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പോകുന്നതിനേക്കാൾ നല്ലത്. അതികഠിനമായ ശ്രമമൊന്നും നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ ചെയ്യേണ്ടതില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമായിട്ട് സൂക്ഷിക്കണം. ശരീരത്തെ ശുദ്ധമായി സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുക എന്നൊരു ചിന്തയാവും വരിക. അത് പുറമേ ഉള്ള ശുദ്ധി മാത്രമാണ്. ശരീരത്തിൻ്റെ യഥാർത്ഥ ശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന നിരവധി മാലിന്യങ്ങൾ. ഈ മാലിന്യങ്ങളെ പുറന്തള്ളാൻ നമ്മൾ ശരീരത്തിന് സാവകാശം കൊടുക്കണം. ആ സാവകാശത്തിലൂടെ മാത്രമേ ശരീരത്തിന് ശുദ്ധി കൈവരിക്കാൻ സാധിക്കൂ. ഇങ്ങനെയുള്ള ഒരു സാവകാശമാണ് ഒട്ടുമിക്ക മതങ്ങളും അവരുടെ ചില നോമ്പുകളിലൂടെ ലക്ഷ്യമിടുന്നത്. പല ആൾക്കാരും നോമ്പ് നോക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നോമ്പ് നോക്കിയില്ലെങ്കിൽ ദൈവം കോപിക്കും എന്നൊക്കെ ധരിച്ചാണ്. വിഡ്ഢിത്തമാണ്. മതങ്ങളുടെ ഉള്ളിലെ ശാസ്ത്രീയതയാണ് യഥാർത്ഥത്തിൽ നോമ്പുകൾ. നമ്മൾ നോമ്പ് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ശുദ്ധി കൈവരികയാണ്. മനസ്സിൻ്റെ ശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചേക്കും മനസ്സിൽ ഉള്ള ചില ദുഷ്ടചിന്തകൾ, അത്യാഗ്രഹമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ലൈംഗിക മോഹങ്ങളോ ധനാർത്ഥിയോ അസൂയയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ മാറ്റിവെക്കുക എന്നതാണ് നമ്മൾ ചിന്തിച്ചത്. അതുമാത്രമല്ല, നമ്മുടെ മനസ്സിനെ അശാന്തമാക്കുന്ന ഏത് ചിന്തയെയും നമ്മൾ അതിജീവിക്കണം. നമുക്കതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന്, ഒരു വീട്ടിലൊരു സ്ത്രീ ജീവിക്കും. അവരുടെ ഭർത്താവ് കുടുംബം നോക്കാത്ത ആളാണ്. അതും കൂടാതെ മദ്യപിച്ചിട്ട് വന്ന് പ്രശ്നമുണ്ടാക്കുന്ന ആളാണ്, സമാധാനം കൊടുക്കാത്ത ആളാണ്. ആ സ്ത്രീയെ അവരുടെ ബന്ധുക്കളെ പോലും കാണാൻ അനുവദിക്കാത്ത ആളാണ്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെ മനസ്സമാധാനം കണ്ടെത്താൻ പറ്റും? അവർ നിരന്തര മാനസിക സമ്മർദ്ദത്തിൽ ജീവിക്കുകയാണ്. അവർക്ക് ക്യാൻസർ വന്നില്ലെങ്കിലാണ് അത്ഭുതം. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് മനസ്സിന് ശാന്തത കണ്ടെത്താൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം. നമ്മളെ ഒരു വ്യക്തി ദ്രോഹിക്കുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ അയാളുടെ സകല കുറവുകളും ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിക്കാൻ ശീലിക്കണം. അത് മാത്രമേ ഉള്ളൂ വഴി. ക്ഷമിക്കാൻ ശീലിക്കണം. അയാൾ മാനസിക വൈകല്യമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവൾ മാനസിക വൈകല്യമുള്ള ഒരാളാണ് എന്ന് കരുതി നമ്മൾ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും ഈ മാലിന്യവും അതേപോലെ തന്നെ അവർ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദവും അതുമൂലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യഥകളും എല്ലാം തന്നെ പുറത്തു പോകും. അങ്ങനെ നമ്മൾ മനസ്സിനെ ശുദ്ധമാക്കി ശാന്തമാക്കി വെക്കുകയും ഒപ്പം ശരീരത്തിനെ ശുദ്ധമാക്കി വെക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് പല നോമ്പുകളിലൂടെ നമ്മൾ സാധിച്ചെടുക്കുന്നത്. നമ്മൾ നോമ്പ് സമയത്ത് ഭക്ഷണം വെടിയാറുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്താറുണ്ട്. മാംസാഹാരം സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾ നോമ്പ് വരുമ്പോൾ ശാകാഹാരത്തിലേക്ക് മാറും, പച്ചക്കറികൾ മാത്രം കഴിക്കും. അപ്പോൾ ആഹാരത്തിൽ വരുത്തുന്ന ആ മാറ്റം ശരീരത്തിൽ മാറ്റമുണ്ടാക്കും.
ഇപ്പോൾ 50 ദിവസത്തെ നോമ്പ് ക്രിസ്ത്യാനികൾക്കുണ്ട്, 30 ദിവസത്തെ നോമ്പ് മുസ്ലിങ്ങൾക്കുണ്ട്, ഹിന്ദുക്കൾക്ക് പലതരം നോമ്പുകളുണ്ട്. ശബരിമലയിൽ പോകാൻ നേരം 40 ദിവസത്തെ വ്രതമുണ്ട്. ഈ വ്രതങ്ങളും നോമ്പുകളുമൊക്കെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്, നിങ്ങൾക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഉണ്ടാകില്ല. ക്യാൻസർ മാത്രമല്ല, നിരവധി രോഗങ്ങൾ നിങ്ങളെ വിട്ടു നിൽക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആധുനിക കാലത്ത് പല ആൾക്കാരും നോമ്പൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ആ പഴയകാല പവിത്രതയില്ല. ഒന്നുകിൽ അവർ ഭക്ഷണത്തിൽ മാറ്റം വരുന്നു, പക്ഷേ മനസ്സിന് പ്രാധാന്യം കൊടുക്കില്ല. വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു ഉപദേശമുണ്ട്, നീ ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും ശത്രുതയോ വിരോധമോ പകയോ ഉണ്ടെങ്കിൽ അവനുമായിട്ട് പോയി നിരന്ന ശേഷം, അവനുമായിട്ട് നിന്റെ ആ പ്രശ്നം പറഞ്ഞ് പരിഹരിച്ച ശേഷം മാത്രമേ നീ ദേവാലയത്തിലേക്ക് പോകാവൂ. എങ്കിൽ മാത്രമേ നിന്റെ പോക്ക് കൊണ്ട് ഗുണമുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നോമ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് ലോകത്ത് ഒരാളോടും ശത്രുത പാടില്ല, ഒരാളോടും അസൂയ പാടില്ല. എല്ലാ മനുഷ്യരെയും ഒരേപോലെ ഉൾക്കൊണ്ട് സ്നേഹിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ച് നമ്മൾ ഭക്ഷണത്തിലും അതേപോലെയുള്ള ആരോഗ്യകരമായ മാറ്റം വരുത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ശുചീകരണമാണ്. ഈ ശുചീകരണത്തിലൂടെ ശരീരത്തിൽ നിന്നും നിരവധി മാലിന്യങ്ങൾ പുറത്തു പോകും. ക്യാൻസർ എന്താണ്? ക്യാൻസർ എന്ന് പറഞ്ഞാൽ മാലിന്യം അല്ലെങ്കിൽ വിഷം. നമ്മുടെ ശരീരത്തിൽ നല്ല കോശങ്ങളുടെ ഒപ്പം മോശം കോശങ്ങളുമുണ്ട്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും എല്ലാം വിഷലിപ്തമാണ്. എന്നാൽ ഇങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുന്ന വിഷത്തെ ഇല്ലാതാക്കാൻ ശരീരത്തിന് കഴിവുണ്ട്. അങ്ങനെയുള്ള ശരീരത്തിൻ്റെ കഴിവിനെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് നമ്മൾ ഇടയ്ക്കിടെ നടത്തുന്ന ഉപവാസവും നോമ്പും മറ്റുമൊക്കെ. ഇനിയിപ്പോൾ ദൈവത്തിൽ വിശ്വാസമില്ല, മതങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്, അവർക്കും അവരുടെ രീതിയിൽ നോമ്പ് നോക്കാം. നോമ്പ് നോറ്റു എന്നതുകൊണ്ട് നിങ്ങൾ ദൈവവിശ്വാസിയായിട്ട് മാറില്ല, മതവിശ്വാസിയുമാകില്ല. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ നിങ്ങൾ, അതൊക്കെ ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ചില പ്രയോഗങ്ങളാണ്. നമ്മൾ ഒരു ദിവസം 10-16 മണിക്കൂർ നേരം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് മാലിന്യങ്ങൾ ഇല്ലാതാകും. ഓട്ടോഫാജി എന്ന പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഉപവസിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മോശം കോശങ്ങളെ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പഴയ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ, മതങ്ങൾ നോമ്പുകൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ, ആ സമയത്തെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് നിർത്താൻ ശ്രമിച്ചാൽ, ഒരു കൊല്ലത്തിൽ 1 മാസമെങ്കിലും നമുക്കത് സാധിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകില്ല. ഉണ്ടാകുന്ന ക്യാൻസർ സെല്ലുകളെ ശരീരത്തിൽ നശിപ്പിക്കാനുള്ള സാഹചര്യം നമ്മൾ തന്നെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമ്മളൊരല്പം കൂടെ കെയർ എടുക്കുകയാണ്. എന്താണ്? ശരീരത്തിന് ചേരാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ശരീരത്തിന് ചേരാത്ത ഭക്ഷണങ്ങൾ ഏതാണെന്ന് ഒരുപക്ഷെ പലരും ചോദിച്ചേക്കും. വളരെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പ്രകൃതി എന്താണോ നമുക്ക് കഴിക്കാൻ തരുന്നത് അത് നമ്മൾ അതേപടിയോ പാചകം ചെയ്തു കഴിക്കുക. എന്നാൽ അതേ ഭക്ഷണങ്ങൾ തന്നെ നമ്മൾ അറിയാത്ത ആരെങ്കിലും എവിടെയോ ഉണ്ടാക്കി, വ്യാപാരാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി, ടിന്നിലാക്കിയോ കവറിലാക്കിയോ കുപ്പിയിലാക്കിയോ ഒക്കെ വരുമ്പോൾ അത് ഭക്ഷ്യയോഗ്യമാണ് എന്ന് സർക്കാരൊക്കെ പറയുമെങ്കിലും ഞാൻ പറയും അവ ഭക്ഷ്യയോഗ്യമല്ല. അങ്ങനെ വരുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അവ കേടാകാതിരിക്കാൻ വേണ്ട പല രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ട്. ഈ രാസവസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ഗുണം ചെയ്യില്ല. മാത്രമല്ല, ഒരു ഭക്ഷ്യവസ്തു അതിൻ്റെ തനതായ രൂപത്തിൽ നിന്ന് മാറ്റം വരുത്തുമ്പോൾ തന്നെ അത് നമുക്ക് നൽകാൻ സാധ്യതയുള്ള ഗുണങ്ങൾ ഗണ്യമായിട്ട് കുറയും. വയറ് നിറയും, രുചി കിട്ടും എന്നതിനപ്പുറം അത് നമുക്ക് നൽകാൻ സാധ്യതയുള്ള രോഗപ്രതിരോധ ശേഷി, നിങ്ങൾക്കൊരു ബിസ്ക്കറ്റ് കഴിച്ചാൽ, ഒരു പച്ചമാങ്ങ നിങ്ങൾ അല്ല ഒരു പഴുത്ത മാങ്ങ നിങ്ങൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണം മാങ്ങയുടെ രുചിയുള്ള ഒരു ബിസ്ക്കറ്റ് കഴിച്ചാൽ ഒരിക്കലും കിട്ടില്ല. ഒരു പഴുത്ത മാങ്ങ നിങ്ങൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണം നിങ്ങൾ ആ മാങ്ങയുടെ ജ്യൂസാണെന്ന പേരിൽ കുപ്പിയിൽ അടച്ചു വരുന്ന ജ്യൂസ് കുടിച്ചാൽ ഒരിക്കലും കിട്ടില്ല. കാരണം ഇത് കൃത്രിമമാണ്, അത് നാച്ചുറലാണ്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയും കൃത്രിമ ഭക്ഷ്യവസ്തുക്കൾ പരിപൂർണമായിട്ട് ഒഴിവാക്കുകയും ചെയ്താൽ അപ്പോഴും നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാകും. നമ്മളെപ്പോഴും തിരിച്ചറിയണം, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മോശം സെല്ലുകൾക്ക് വളരാനും ഉണ്ടാകാനുമുള്ള സാഹചര്യം നമ്മൾ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവയ്ക്കത് കിട്ടൂ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാതെ നമ്മളൊരല്പം കെയർ എടുത്താൽ, കയ്യിൽ കിട്ടുന്ന എന്തും വാങ്ങി
മുൻപിൻ ആലോചിക്കാതെ കഴിക്കുന്ന ആ രീതിയിൽ നിന്ന് മാറി പ്രകൃതി നമുക്ക് നൽകുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ള ചിന്തയിൽ നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തുകയും ഈ പറഞ്ഞതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ കൊല്ലത്തിൽ 30 ദിവസമോ അല്ലെങ്കിൽ 40 ദിവസമോ ഒക്കെ ശരീരത്തിന് ശുദ്ധീകരണം നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും മനസ്സിനെ ഏത് കടുത്ത സാഹചര്യത്തിലും സാധാരണ മട്ടിൽ ശാന്തമായിട്ട് നിലനിർത്താൻ ശീലിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഉണ്ടാകില്ല. അതിൻ്റെ ഒപ്പം മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അത് മരുന്നുകളുടെ അമിതമായ ഉപയോഗമാണ്. പല ആൾക്കാരും ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിരവധി മരുന്നുകൾ ആധുനിക കാലത്ത് കഴിക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ താളം തെറ്റിക്കുന്നവയാണ്. ശരീരത്തിൻ്റെ താളം തെറ്റുമ്പോഴാണ് ശരീരത്തിൽ പലതരത്തിലുള്ള നെഗറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. വേദനാസംഹാരികൾ മുതൽ നമ്മൾ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഗ്ലൂക്കോസ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ കഴിക്കുന്ന എല്ലാ മരുന്നുകളും നമ്മുടെ ശരീരത്തിൻ്റെ താളം തെറ്റിക്കുന്നവയാണ്. അവയിൽ നിന്നൊക്കെ മുക്തി നേടാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനൊക്കെയുള്ള വഴികളിലൂടെയുണ്ട്. ആ വഴികളൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തും. കർത്താവ് പറയുന്ന പോലെ അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും, മുട്ടുകയും തുറക്കപ്പെടും. അവനവൻ അന്വേഷിച്ചെങ്കിലേ കണ്ടെത്തുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ അന്തരീക്ഷത്തെ നശിപ്പിക്കുന്ന മലീമസമാക്കുന്ന സകലവിധ പ്രവണതകളിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ നമുക്ക് ക്യാൻസർ രോഗമെന്നല്ല ഒരുവിധപ്പെട്ട യാതൊരു രോഗങ്ങളും ഉണ്ടാകില്ല. ഇനി നമുക്ക് ഏതെങ്കിലും തരത്തിൽ ക്യാൻസർ വന്നാൽ നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിലൊന്നും എല്ലാം ഒന്നും പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി അലോപ്പതി വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അവിടെ ക്യാൻസർ രോഗത്തിന് കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് രോഗത്തേക്കാൾ ഭീകരമായതാണ്. സർജറിയും റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ രോഗത്തേക്കാളേറെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് വേണോ വേണ്ടയോ എന്നുള്ളത് അതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. നേരെ മറിച്ച് നമുക്ക് ശരീരത്തെ നശിപ്പിക്കാത്ത ഫലപ്രദമായ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതി നൽകുന്നുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഹോമിയോപ്പതി ഡോക്ടർമാരോട് പറഞ്ഞു, നിങ്ങൾ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുള്ളത് പബ്ലിക്കിന് അറിഞ്ഞുകൂടാ. നിങ്ങളത് വേണ്ട പോലെ ജനങ്ങളെ അറിയിക്കുന്നില്ല. ഞാനിവിടെ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് തരികയാണ്. ഡോക്ടർ ഷാജി കുടിയത്ത് എന്ന് പറയുന്ന ഡോക്ടറാണ്. അദ്ദേഹം ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹമാണ് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം ക്യാൻസറിന് ചികിത്സ നൽകുന്ന നിരവധി ക്യാൻസർ രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കിയ ഒരു ഡോക്ടറാണ്. ഫിലിപ്പൈൻസിലും ഇന്ത്യയിലും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം തന്നെ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാൻ സാധിക്കും. ഇതേപോലെ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന നിരവധി ഹോമിയോ ഡോക്ടർമാർ, ഹോമിയോ ആശുപത്രികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കണം, അപ്പോൾ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. കീമോയുടെയോ റേഡിയേഷൻ്റെയോ അതല്ല എന്നുണ്ടെങ്കിൽ സർജറിയുടെയോ ഒന്നും യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന മോശം സെല്ലുകളെ ഇല്ലാതാക്കുന്ന തീർത്തും ശാസ്ത്രീയമായ ചികിത്സയാണ് ഹോമിയോപ്പതി ചെയ്യുന്നത്. അതേപോലെ തന്നെ സിദ്ധയിൽ ചികിത്സയുണ്ട്. നിരവധി സിദ്ധവൈദ്യന്മാർ ക്യാൻസറിനെ വേരോടെ പിഴുതു കളയുന്ന ചികിത്സ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. ഒരു മരുന്നുമില്ലാതെ പ്രകൃതി ചികിത്സയിലൂടെ തന്നെ പല ക്യാൻസറുകളും മാറുന്നുണ്ട്. സിദ്ധയും പ്രകൃതി ചികിത്സയും ഒരുമിച്ച്, ഹോമിയോപ്പതിയും പ്രകൃതി ചികിത്സയും ഒരുമിച്ച് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസറിൽ നിന്നും വളരെ വേഗം മുക്തി കിട്ടും. അപ്പോൾ നമ്മുടെ പക്കൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അലോപ്പതിയിലെ ഭീകരമായ ചികിത്സ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കേണ്ട ചികിത്സ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചാലും നിരാശപ്പെടരുത്. നമ്മുടെ നാട്ടിൽ വളരെ ഫലപ്രദമായ ഇതര ചികിത്സകളുണ്ട്. നിങ്ങളൊരു പക്ഷേ വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമേരിക്കയിലെ MD ആൻഡേഴ്സൺ ഹോസ്പിറ്റലാണ് അലോപ്പതിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ ആശുപത്രി, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രി. ആ ക്യാൻസർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ അവിടെ ചികിത്സയ്ക്ക് ചെന്ന ഒരു നഴ്സിനോട്, അമേരിക്കയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു നഴ്സിനോട് പറഞ്ഞത്, നിങ്ങളുടെ രാജ്യത്ത് ക്യാൻസറിന് വളരെ നല്ല ചികിത്സ ചില വൈദ്യന്മാർ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ചില ചികിത്സകളുടെ മഹത്വം നമ്മുടെ സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചു വിടുമ്പോൾ
അതേക്കുറിച്ച് വിദേശത്തിരിക്കുന്ന ഡോക്ടർമാർക്ക് പോലും അറിവുണ്ട്. ശരിയായ ശാസ്ത്രീയ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ബഹളത്തോടുകൂടി പരസ്യം കൊടുത്തോ അല്ലെങ്കിൽ ഒരുപാട് ഉപകരണങ്ങൾ വെച്ചോ ഒക്കെ നടത്തുന്ന ഒരു അഭ്യാസമല്ല. മറിച്ച് ശരിക്കും ശരീരത്തിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കി ശരീരത്തിനുണ്ടാകുന്ന തകരാറുകളെ ശരീരത്തിൻ്റെ തന്നെ കരുത്തിലൂടെ മറികടക്കുന്ന ചികിത്സാ രീതിയാണ്. അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകാതിരിക്കാൻ ശരീരത്തിനെയും മനസ്സിനെയും നിരന്തരം ശുദ്ധീകരിക്കുക. ക്യാൻസർ അഥവാ വന്നു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഭയപ്പെടാതെ ഇതര വൈദ്യശാസ്ത്ര ശാഖകളിലെ ഡോക്ടർമാരെ കണ്ട് ഉപദേശം തേടുക. ഇതിന് സ്പെഷ്യലൈസായിട്ട് ചികിത്സ കൊടുക്കുന്ന ആശുപത്രികളെ കോണ്ടാക്ട് ചെയ്യുക. അലോപ്പതിയിലേക്ക് ചികിത്സിക്കാൻ പോകണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അവിടെ പോകുന്ന ആൾക്കാരുടെ ചികിത്സാനന്തരമുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എവിടേക്കാണ് പോകേണ്ടത്.